മിഷനുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? ഇപ്പോൾ കർണാടക വന മേഖലയിലേക്ക് അല്ല, നമുക്ക് ആ ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. കാരണം ജനങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ടല്ലോ. പൂർണ്ണമായും മാറി എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? അല്ല, അതാണ്. അപ്പോൾ ഇനി നമ്മൾ വനാതിർത്തിയിൽ അത് ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള ജാഗ്രത ആവശ്യമുണ്ടല്ലോ. അല്ല അല്ല കടന്നാലാണല്ലോ പിന്നത്തെ പ്രശ്നം. നമ്മളിപ്പോൾ ഇനി നമ്മളവിടുന്ന് പോയി കഴിഞ്ഞാൽ കർണാടക വനാതിർത്തിയിൽ നിന്ന് കേരള അതിർത്തിയിലേക്ക് എത്തിയാൽ എന്ത് ചെയ്യും? അപ്പോൾ അതിൻ്റെ നീക്കങ്ങൾ, ആ ആനയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയും അതാത് സമയത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരത്തോട് ഇന്നിപ്പം ഹൈദരാബാദിൽ നിന്നും വന്യജീവി വിദഗ്ധൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഉപദേശമൊക്കെ തേടിക്കൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഒരു അന്തിമമായ പരിഹാരം ഉണ്ടാകുന്നത് വരെയുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അല്ല, നമ്മൾ രണ്ടും വേണമല്ലോ. ഇത് രണ്ടും പരസ്പരം വിരുദ്ധമല്ല, രണ്ടും പരസ്പരം പൊരുത്തപ്പെടുന്നതും ആവശ്യമായ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. രണ്ടും രണ്ടായിട്ട് കാണേണ്ടതില്ല. ഒന്ന് വരുന്നുണ്ടെന്ന് അറിയുന്നത് പിന്നെ അറിഞ്ഞിട്ട് പോയാൽ പോരല്ലോ. വന്നതിന് ശേഷം വന്നു എന്നുള്ള വിവരം കിട്ടി, എത്തുന്നുള്ള വിവരം കിട്ടി പോകുന്നതിന് പകരം ജാഗ്രതയോടുകൂടി ആ കാട്ടാനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് മയക്കുവെടി വെക്കാൻ അനുയോജ്യമായ സ്ഥലത്തെത്തുന്നതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ നടത്തുന്നത്. ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. കർണാടകയിലാകുമ്പോൾ മയക്കുവെടി വെക്കാൻ കഴിയില്ല, അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് തടയുകയും ചെയ്യുന്നു. അപ്പോൾ അതായത് മയക്കുവെടി വെച്ച് നീക്കാനല്ല ഉദ്ദേശിക്കുന്നത് എന്നല്ലേ ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത്? അല്ലല്ലോ, ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ അതിർത്തിയിൽ കടന്ന് കഴിയുമ്പോൾ നമ്മൾ അതിർത്തിയിലായല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമല്ലോ. അപ്പോൾ വരുന്നുണ്ടോ, എപ്പോൾ വരും, എങ്ങനെ വരും എന്നുള്ള കാര്യം നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കണം. ഇപ്പം പിന്നെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ അടുത്ത അനന്തര നടപടിയിലേക്ക് പോകും. അതുകൊണ്ട് നിർത്തിവെക്കാനാണെങ്കിൽ ഇത്രയധികം ആൾ വേണ്ടല്ലോ. ആദ്യം ഈ റേഡിയോ കോൾ സിഗ്നൽ കർണാടക നൽകുന്നില്ല എന്നുള്ള വിവരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കൃത്യമായി കിട്ടുന്നുണ്ടോ? അല്ല, ഇപ്പം ആശയവിനിമയങ്ങൾ ശരിയായി നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലുണ്ടായത് ഈ അതിർത്തിയിൽ വന്നപ്പോൾ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാർക്ക് ആ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി കർണാടകയിലെ ഉന്നത തലത്തിലെ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. തമിഴ്നാടുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയോ? പ്രത്യേകിച്ച് 3 വനമേഖലകൾ ഒരുമിച്ച് നിൽക്കുന്നൊരു ഉണ്ടായിരുന്നു. അവരുടെ പ്രതിനിധികളും യോഗത്തിലുണ്ടായിരുന്നല്ലോ.